അവിടെ എന്താ ഒരു ശബ്ദം കേൾക്കുന്നേ? ബാൻഡ് മേളോ? അഞ്ജലി, നീ ഇപ്പൊ എവിടെ നിൽക്കുന്നേ? ഞാൻ എൻ്റെ വീട്ടില്. പിന്നെ അവിടെ എങ്ങനെ ഈ ബാൻഡ് കേൾക്കുന്നേ? അവിടെയൊക്കെ മരണ വീട്ടിൽ ബാൻഡ് വായിക്കോ? ആ വായിക്കും. ഇത് എൻ്റെ വെടിക്കെട്ടുണ്ട്. എന്ത്? അത് അപ്പുറത്തെ വീട്ടിൽ അവരെന്തോ പ്രാക്ടീസ് ചെയ്യണയാണ്. നിനക്കിത് ആദ്യമേ പറഞ്ഞൂടെ? ചേട്ടാ ഇവിടെ എന്നെ വിളിക്കണം. ഞാൻ വെച്ചോട്ടാ. ഞാൻ ഫ്രീ ആകുമ്പോൾ തിരിച്ചു വിളിക്കാം. നിക്ക് നീ ഇപ്പൊ തന്നെ എൻ്റെ അമ്മ അച്ഛനെ വിളിച്ചേക്കണം, മനസ്സിലായോ? ഓ ഞാൻ നല്ല വൈബ് പരിപ്പിടല്ലേ? അതൊക്കെ തന്നെ ബോഡി ഇപ്പൊ കൊണ്ടുവരും. കുപ്പി എടുക്കണ്ട, നീ ഷെയർ ഇട്. ഡേയ്, ഞാനല്ലടെ 2 കിലോ ചിക്കൻ സ്പോൺസർ ചെയ്താ. എടാ നീ കളിക്കല്ലേ, ആരെങ്കിലും വിളിച്ചിട്ട് കാശ് ഒപ്പിച്ചാണ്. ആരെങ്കിലും വിളിച്ച് കാശ് ഒപ്പിക്കാൻ പറയാം. ഈ സമയത്ത് ഞാൻ ഇവിടെ പോകാനാണ്. നീ ഇത് പിടിച്ചാണ്ടാ? എന്താ പിടി. ആരെങ്കിലും മരണം നോക്കിയോ? ഇതൊക്കെ കുറച്ച് ഓവറാണ് കേട്ടാ. 4 ഇന്ന് മുരളിയണ്ണന് ചെലവ് തന്നെ. മരണം, സഞ്ചയനം, കരിനാള്, കുളിയടി എന്തരം. അതിൻ്റെ കൂടെ ഇതുകൂടെ അങ്ങ് ഇരിക്കട്ടെ. എന്നെ അവൾ ഇതുവരെ കണ്ടില്ലളിയാ. എൻ്റെ ഫോണെത്തി തന്നാണ്. എൻ്റെ നമ്പർ ബ്ലോക്ക് ആക്കിയാണ് അവൾ. ഞാൻ ഇവിടെ നിൽക്കണം, അവളെ ഒന്ന് വിളിച്ച് പറയട്ടെ. എനിക്ക് ഇവിടെ ഒരുപാട് പണിയുണ്ട്. ഓ അറിയാം. ഇത് ചെയ്തിരുന്നിട്ട് വേണം എനിക്കെൻ്റെ വീട്ടിൽ പോകാൻ. നീ നിൻ്റെ കാര്യത്തേക്ക് പോയാണ്. എന്തോന്നളിയാ? എനിക്ക് സമയം കാണണം. ഇനിയിപ്പോൾ അവൻ്റെ മണ്ണുള്ള ഷോ തുടങ്ങും. ഇവിടെ മതി, ഇവിടെ മതി. നിങ്ങളങ്ങനെ മൈൻഡ് ചെയ്യണമെന്നും പോണ്ട കേട്ടോ. ഇതൊക്കെ ആരുടെ ഇവിടെ കൊണ്ട് നിറക്കിയ? പിന്നെ കസേരയും ടാർപ്പൊക്കെ കരകത്തി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പിന്നെ എന്തിന്? അല്ലണ്ണ, അത് പിന്നെ അണ്ണനെ കണ്ടുമില്ല. എന്തിനു കണ്ടില്ല അന്ന്? ഇവിടെ അങ്ങ് സമയം കഴിഞ്ഞു പോയാ? ഇത് ഹൈക്കോട്ടിക്കോണം കരയോത്തിൻ്റെ പരിധി പറഞ്ഞ വീടാണ്. ഇവിടെ മരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ കരയോത്തിനറിയാം. ഓ നിങ്ങൾ നോക്കി, നിങ്ങൾ താരം പറഞ്ഞ അവിടെ നോക്കണ്ടെന്ന്. ഇതല്ല ഇപ്പോൾ ഇവിടെ പറയിക്കൊണ്ട് വയ്ക്കണം. പിറക്കൊണ്ട് പോണേ ഇവിടെ. വേണമെങ്കിൽ നിങ്ങളെ കസേരൻ്റെ അവിടെ എവിടെയെങ്കിലും ഇട്ടോ. അത് തീരുമാനിക്കാൻ നിൻ്റെ വീടല്ല. അണ്ണാ നിങ്ങളെ വിടുമല്ലോ, നിങ്ങളങ്ങ് തീരുമാനിക്കാൻ. ഇത് എൻ്റെ വാർഡിനകത്ത് വരുന്ന വീടാണ്. അപ്പോൾ എനിക്കറിയാം അവിടെ എന്ത് ചെയ്യണം. ഇത് കരയോഗമാണ് പറയണത്. എങ്കിൽ ഈ പറയണത് വാർഡ് മെമ്പറാണ്. മെമ്പറൊക്കെ അങ്ങ് പഞ്ചായത്തിൽ മതി. മരണ വീട്ടി വേണ്ട. മരണ വീട് എന്ത് നിങ്ങൾക്ക് എഴുതി തന്നേക്കണം. നിനക്ക് മുട രസമുണ്ട്. എനിക്ക് പരാസം അല്ലേ? ഇതല്ല ഇപ്പം ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയില്ലെങ്കിൽ പിന്നെ കരയോഗം ഒന്നിന് കൂടെ വയ്ക്കില്ല, പറഞ്ഞേക്കാം. കുമാരേ അണ്ണിറക്കണം. കുമാരേ വേണു കന്നി മൂലയിലാണ് അടക്കാൻ പോണത്. ഇതാരാണ് ഇതൊക്കെ ഇവിടെ തീരുമാനിച്ചത്? വേണോണ, അത് അപ്പുറത്തെ പ്രശ്നമാണ്. അവരെ വഴിയുടെ അരിവിലിട്ട് കത്തിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ടാണ്. ഏത് പ്രശ്നം? അവനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ആണോ? വാ. അഞ്ജലി, സുഹൈൽ, വെട്ടി തള്ളണം. ഭൈരവം കൊണ്ടുവന്ന് ബംഗാളി. ഓ ഡേ ഭായ്, ഇധർ നഹീ ഉധർ ജാओ, സാഫ് കരോ. എന്താടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അവിടെ പോയി വെച്ചടാ. പോടാ ജാവോടാ. ജാവോ. എന്നാലും അണ്ണാ ഇറക്കി വെച്ച കസേരയൊക്കെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ സ്വപ്പം അന്യായല്ലേ അണ്ണാ? കുമാരേ ഞാൻ പറയണം, നീ കേള്. എൻ്റെ മോളെ കല്യാണം അവിടെ പന്തളത്ത് കരയോഗം വഴി ഇവിടെ വേണുണ്ണൻ്റെ അടുത്ത് വിളിച്ചാണ് നമ്മളെ പറ്റിയൊക്കെ അവർ അന്വേഷിച്ചത്. അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ വേണുണ്ണനെ പിണക്കിയ. എനിക്കറിയാലോ, അല്ലാതെ പേടിച്ചിട്ടൊന്നുമില്ല. എന്തോ പന്തളത്തുനിന്ന് അവർ വരും എന്ന് പറഞ്ഞ ഹരീന്ദ്രായി. ആ അതന്നെ, അവർ 12:40 കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങുള്ളൂ കേട്ടാ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 3:30 ആകുമ്പോൾ ബോഡി എടുക്കാം. അതിന് 2 മണിക്ക് ബോഡി എടുക്കാൻ അവൻ പറഞ്ഞിരിക്കുകയാണ്. അവൻ്റെ തീരുമാനമൊക്കെ അവിടെ ഇരിക്കുകയുള്ളൂ. നമ്മൾ 3:30 മണിക്ക് ബോഡി എടുക്കും. എന്ത്? അല്ല അതണ്ണ തീരുമാനിച്ചാൽ മതി. അവന്മാർക്ക് എന്താ ഭ്രാന്താ? ഇവിടെ വിട്ടാ നേരത്തെ അവിടെ പോകാൻ പറയും, അവിടെ വിട്ടാ നേരത്തെ ഇവിടെ വരാൻ പറയും. പുല്ല് നിന്റെ അവളെ അമ്മൂമ്മ അടക്കാൻ എന്നെ അടക്കേണ്ടി വരും. നീ എനിക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാ. ഇനി അഡ്ജസ്റ്റ് കൂടെ ചെയ്യണോ ഞാൻ? ആർക്ക്? നീ കൂടെ ഒന്നും നില്ലേ? ഞാനല്ല. അവക്കൊക്കെ എവിടെ പെരേറ കിടക്കുന്നത്? എന്നിട്ട് അവിടെ കൊണ്ടിട്ട് കത്തിക്കാൻ പറ്റോളാം? അവിടെ പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. നിന്റെ
ചേട്ടനല്ലേ അത്? എടി ശക്തി ചേട്ടൻ. ഏത്? എന്റെ കോളേജിലെ സീനിയർ ആണ് ആ ചേട്ടൻ, ആ ചുവന്ന ഷർട്ട്. പോച്ച അതിവിടെ പണിക്ക് വന്ന ആരാണ്? അല്ല, ടിറ്റു ശക്തി ചേട്ടൻ. ഈ വേട്ടവാളിയിലുണ്ടോ? എനിക്ക് വയ്യത്, ഇതെല്ലാം കൂടി പ്രശ്നമെന്ന് തോന്നണം. ഈ വഴി തന്നെ ഇവര് തന്ന വഴിയല്ലേടി? കേസ് കൊടുത്ത് വാങ്ങിച്ച വഴിയാണ്. അവര് വഴി തന്നെ പോലും. പ്രസന്ന ഇവിടെ വിളിച്ചോണ്ട് പോ. എന്തൊരു വിളിച്ചോണ്ട് പോയി? അവരെ അവിടെ ഇട്ട് കത്തിക്കോക്കി, അതിനു മുമ്പ് അമ്പികെ കത്തിക്കണം. സതീശ ഡേടേ വേറെ ആരുമല്ല, കരയവും പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് മാറ്റിയത്. പ്രസിഡന്റാ പ്രധാനമന്ത്രിയാന്ന് എനിക്കറിയണ്ട. ഇതിപ്പോ എന്റെ വഴിയെടുത്തുനിന്ന് മാറ്റിലേക്ക് നീയൊക്കെ സ്വപ്പം വിവരം അറിയും. പ്രസന്ന അവിടെ ഇട്ട് കത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അത് നടത്താനും എനിക്കറിയാം. ഒരുത്തനും കത്തിക്കൂല. മുരളി അടിയടാ അവനെ. പിന്നെ മുരളി അണിച്ച് അച്ചി വീട്ടിൽ ഒന്ന് പെറ്റി കിടക്കണം. എവനെ കൊള്ളവർ നിന്നെ പേടിക്കുമായിരിക്കും. എന്നെ അതിന് കിട്ടൂല. നിനക്ക് ആള് മാറിപ്പോയി. പ്രസന്ന, ഞാൻ എവിടെ കിടക്കട്ടെ? നിന്റെ അവിടെ വന്നില്ലല്ലോ. ഇതൊരു മരണം നടന്ന വീടാണ്. നീ വെറുതെ ഇവിടെ കിടന്ന് അൽമുണ്ടാക്കരുത്. മുരളി ഇനി സംസാരമില്ല, അടിക്കാ അവനെ. എന്റെ അണ്ണ, നിങ്ങൾക്ക് ഇങ്ങനെ നഴുവേണ്ട വല്ല കാര്യമുണ്ടാ? ഞാൻ വിളിച്ചപ്പോഴേ പറഞ്ഞല്ലേ. പറഞ്ഞാലും മനസ്സിലാവില്ല, വല്ലമാരെ വാക്കും കേട്ടും. പ്രസന്ന, മാമൻ ഇടയ്ക്ക് അവിടെയുണ്ട്. അന്ന് വെച്ച തെങ്ങ് മുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ അവിടെ വഴിയുന്നത്. മാമനെ ഞങ്ങൾ എവിടെ അടയ്ക്കുവോ അതിൻ്റെ അടുത്ത് തന്നെ മാമിയെ ഞങ്ങൾ അടക്കും. അതെന്ത്? മാമന്റെ അടുത്ത് കിടന്നാലേ നിന്റെ മാമി കുറക്കാൻ വരുള്ള. പ്രസന്ന അടിയവനെ, അടിക്കാവനെ. നീ ഒന്നടിച്ച് നോക്കിയാണ്. ആ പ്ലാഗം കൂടി അവനെ അടിയടാ. പ്രസിഡന്റ് ആണോ പറഞ്ഞ? അടിയവനെ. അയ്യോ, എന്നെ ഇവിടെ തടിച്ചിട്ട് സമാധാനമായിട്ട് അവരെ അടക്കാൻ പറ്റുമോ നിനക്കൊക്കെ തോന്നണോ? പറഞ്ഞേ ഈ പ്രസന്നാരാളിൽ നിന്ന് നീയൊക്കെ അറിയും. ഇന്നവരെ അടക്കാൻ പറ്റാതെ നീയൊക്കെ അവിടെ കിടന്ന് ഓടും. പ്രസന്ന